ഹലോ എവരി വൺ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഒളിമ്പിയാഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കുകളും കാര്യങ്ങളും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം വരുന്നതാണ്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ പറ്റും. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മുന്നേ ഉള്ള ക്ലാസ്സുകളും അതുപോലെ സയൻസിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകൾ കൂടി റെഫർ ചെയ്യണം. ഓക്കെ, സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ ഫോർ എനി ടു റാഷണൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് ഇഫ് എക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് വൈ ഈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ട് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 1 2 3 4 5 -1 -2 -3 ഇങ്ങനെയുള്ള ഇൻഡിജേഴ്സ്, 0 അതിൽ വരുന്നുണ്ട്. അതുപോലെ 1/2 3/4 0.5 ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ് റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലെ. നമ്പർ ലൈനിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട് റാഷണൽ നമ്പേഴ്സ് ആയിട്ടുള്ള. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സിൽ രണ്ട് പേരെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് എക്സ് ആണ്, മറ്റൊന്ന് വൈ ആണ്. ഇനി എന്താ പറയുന്നത്, എക്സ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്താണ്, പോസിറ്റീവ് ആണ്. വൈ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ എന്ന് പറയുന്ന ആൾ എന്താണ്, നെഗറ്റീവ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, എക്സ് ലെസ് ദാൻ വൈ, അടുത്ത് എക്സ് ഈസ് ഈക്വൽ ടു വൈ, അടുത്ത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. അപ്പോൾ നമ്മുടെ നമ്പർ ലൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്പർ ലൈനിൽ സെൻറ്ററിൽ 0 ഉണ്ടായിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് 1 2 3 ഞാൻ ജസ്റ്റ് ഇൻഡിജേഴ്സ് മാത്രമാണ് എഴുതുന്നത്. ഇൻഡിജേഴ്സ് അല്ലാതെ തന്നെ അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള 0.5 0.25 1.5 ഇതൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഇങ്ങോട്ട് -1 -2 -3 ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ എക്സ് ഈ സൈഡിലോട്ടായിരിക്കും വരിക. വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാണ്. സോ വൈ ഈ സൈഡിലോട്ടായിരിക്കും വരിക. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഏതൊരു പോസിറ്റീവ് നമ്പർ എടുക്കുകയാണെങ്കിലും അത് നെഗറ്റീവ് നമ്പറിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. 1 എന്ന് പറയുന്ന ആളെന്താണ്, -1 ഗ്രേറ്റർ ആണ്. 1 എന്ന് പറയുന്ന ആൾ -5 ഗ്രേറ്റർ ആണ്. 10 എന്ന് പറയുന്ന ആൾ -100 ഗ്രേറ്റർ ആണ് അല്ലേ. കാരണം പോസിറ്റീവ് ആണോ അയാൾ നെഗറ്റീവ് നമ്പറിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അതിപ്പം 10ഉം -100ഉം കമ്പയർ ചെയ്യുമ്പോൾ -100 അല്ല ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, 10 ആണ് എന്ത് ചെയ്യുക അവിടെ ഗ്രേറ്റർ ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോസിറ്റീവ് ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്ന ആളായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള വൈനേക്കാളും ഗ്രേറ്റർ നമ്പറായിട്ട് വരിക. ഓക്കെ, ഗ്രേറ്റർ നമ്പറായിട്ട് വരിക. ക്ലിയർ അല്ലേ. അപ്പോൾ ആരായിരിക്കും, 3 മാത്രമാണ് കറക്റ്റ്. സോ ഓപ്ഷൻ സി ഓൺലി 3 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ഇനി ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. 0 ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് 1 2 3 ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ ഇങ്ങോട്ട് -1 -2 -3 ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് 2 ആണോ -2 ആണോ ഗ്രേറ്റർ, 2 ആണോ -2 ആണോ ഗ്രേറ്റർ. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും 2 ഗ്രേറ്റർ ദാൻ -2 എന്ന് പറയാൻ പറ്റും. ഇനി വേറെ ആൾ ചോദിച്ചു 2 ആണോ 4 ആണോ ഗ്രേറ്റർ. 2 ആണോ 4 ആണോ, 4 ആണ് ഗ്രേറ്റർ നമ്പറായിട്ട് വരിക അല്ലേ. 4 ആണ് ഗ്രേറ്റർ നമ്പർ, 2വിനേക്കാളും ഗ്രേറ്റർ നമ്പർ 4 ആണ്. ഇനി ഒരാൾ നിങ്ങളോട് ചോദിച്ചു -2 ആണോ -4 ആണോ ഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ -4 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി -4 -5 അങ്ങനെ വരുന്നുണ്ട്. സോ 2 ആണോ -2 ആണോ -4 ആണോ ഗ്രേറ്റർ. 2ഉം 4ഉം വെക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 4 ആണ് 2വിനേക്കാളും ഗ്രേറ്റർ എന്ന് പറഞ്ഞു. -2 -4ഉം കൺസിഡർ ചെയ്യുമ്പോൾ -2 ആണ് ഗ്രേറ്റർ ആയിട്ട് വരിക. -2 ആണ് ഗ്രേറ്റർ ആയിട്ട് വരിക. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വാല്യൂസ് ഇങ്ങനെ ഗ്രേറ്ററായി വരികയാണല്ലോ അല്ലേ. 1നേക്കാളും ഗ്രേറ്റർ 2 3 4 5. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഗ്രേറ്റർ ആയിട്ടാണ് വരിക. എന്ന് വെച്ചാൽ -2നേക്കാളും വലുതാണ് -1, പക്ഷേ 2നേക്കാളും ചെറുതാണ് 1, പക്ഷേ -2നേക്കാളും വലുതാണ് -1. ക്ലിയർ ആകുന്നുണ്ടോ. അപ്പോൾ എപ്പോഴും ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഏത് സൈഡിലുള്ള ആളുകൾ, ലെഫ്റ്റ് സൈഡിലുള്ള ആളായിരിക്കും എപ്പോഴും ചെറുത്. അപ്പോൾ നിങ്ങൾ നോക്കി -2 -4ഉം കൺസിഡർ ചെയ്തു. -2 ആണോ -4 ആണോ, -2ൻ്റെ ലെഫ്റ്റിലാണ് ആര് വരുന്നത്, -4 അല്ലേ. -2 ഇവിടെ ഉണ്ട്, അയാളുടെ ലെഫ്റ്റ് പോർഷനിലോട്ടാണ് -4 വരുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റിലുള്ള -4 ആയിരിക്കും ചെറുത്. ഇനി 2ഉം ഇവിടെ ഇങ്ങോട്ട് പോയാൽ ഇവിടെ 4 ഉണ്ടാവും അല്ലേ. നമ്മൾ ഇവിടെ 2ഉം 4ഉം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റിലുള്ള ആൾ ആരാണ്, 2 ആണ്. 2 ആയിരിക്കും 4നേക്കാളും ചെറുത്. ഇനി നമ്മൾ വേറെ എക്സാമ്പിൾ നോക്കാം. -100 -50, -100 -50. ഈ -1 -2 -3 ഇങ്ങനെ പോയി -50 കഴിഞ്ഞ് പിന്നെയും പോകുമ്പോഴാണ് ആര് വരിക, -100 വരിക. അപ്പോൾ അവിടുത്തെ ഗ്രേറ്റർ നമ്പർ ആരായിരിക്കും, അത് -50 ആയിരിക്കും. ഗ്രേറ്റർ നമ്പർ ആരായിരിക്കും, -50. കാരണം -100 വീണ്ടും ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് എത്തുക. ഇനി 100ഉം 50ആണ് കൺസിഡർ ചെയ്തെങ്കിലോ, 100ഉം 50 നോക്കുന്ന സമയത്ത് 1 2 3 4 50 കഴിഞ്ഞിട്ടാണ് ആര് വരിക, 50 കഴിഞ്ഞിട്ടാണ് ആര് വരിക, നമ്മുടെ 100 വരിക അല്ലേ. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് അവിടുത്തെ ഗ്രേറ്റർ നമ്പർ ആരായിരിക്കും, 100 ആയിരിക്കും.
അല്ലേ? അപ്പോൾ -100 -50 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റർ നമ്പർ -50 ആണ്. 100-50 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റർ നമ്പർ 100 ആണ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ്. ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ബേസിക് ഐഡിയ. ഇനി ഇവിടെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞത് നമ്മളോട് എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും പല ക്വസ്റ്റ്യൻസ് വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, വൈ എന്ന് പറയുന്ന ആൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ -x-ഉം -y-യും തമ്മിൽ നോക്കുമ്പോൾ അതിൽ ആരാണ് ഗ്രേറ്റർ, ആരാണ് സ്മോളർ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിച്ചോ. അതായത് എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ -(x) എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എക്സ് ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ -x എന്ന് പറയുമ്പോൾ -(a) പോസിറ്റീവ് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആരായിട്ട് മാറും? ഒരു നെഗറ്റീവ് നമ്പറായിട്ട് മാറും. -y എന്ന് പറഞ്ഞാൽ -(y) എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ -(-) വരും. -(-) ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബേസിക് മാത്ത് കോഴ്സ് നമ്മൾ കൃത്യമായി കൊണ്ട് സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. 2 മൈനസ് ഒരുമിച്ച് വരുമ്പോൾ അയാൾ എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ആക്ച്വലി -x എന്ന് പറയുന്ന നമ്പർ ഒരു നെഗറ്റീവ് നമ്പറാണ്, -y എന്ന് പറയുന്ന നമ്പർ ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ -x-ഉം -y നോക്കുമ്പോൾ അതിൽ ആരായിരിക്കും ഗ്രേറ്റർ? പോസിറ്റീവ് നമ്പറായിട്ടുള്ള -y ആയിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരിക. ഐഡിയ ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ഞാൻ ഒരു നമ്പർ വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതേപോലെ ഒരു പോസിറ്റീവ് നമ്പർ എടുത്തു, ആരാണ്? 2. ഒരു നെഗറ്റീവ് നമ്പർ എടുത്തു, -5. ഓക്കെ, ഇനി നമ്മളോട് പറയുകയാണ് ഇത് നമ്മുടെ എക്സ് ആണ്, ഇത് നമ്മുടെ വൈ ആണ്. ഓക്കെ, ഇനി നമ്മൾ -x-ഉം -y-യും കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ, അപ്പോൾ -x എന്ന് പറയുമ്പോൾ -(2) എന്ന് വരും. y എന്ന് പറഞ്ഞാൽ -5 ആണല്ലോ, -y എന്ന് പറയുമ്പോൾ -(-5) എന്ന് വരും. അപ്പോൾ ഇവിടെ -(2) എന്ന് പറഞ്ഞാൽ -2 ആണ്, -(-5) എന്ന് പറഞ്ഞാൽ 5 ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ നെഗറ്റീവ് ആണ്, ഇയാൾ പോസിറ്റീവ് ആണ്. ദെർഫോർ പോസിറ്റീവ് നമ്പർ ആയിരിക്കും നെഗറ്റീവ് നമ്പറിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരിക. -2 <5 എന്നാണ് വരിക, -2 ആയിരിക്കും ചെറുതായിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതേ ഐഡിയ തന്നെയാണ് എന്ത് ചെയ്ത് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത്. ഇവിടെയും അതേപോലെ നമ്മൾ ജനറൽ ആയിക്കൊണ്ട് എക്സ് വൈ എന്നുള്ള രീതിയിൽ ജനറൽ ആയിക്കൊണ്ടുള്ള നമ്പർ പറഞ്ഞു. എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും വരാം, വൈക്കും ഏത് വാല്യൂ വേണമെങ്കിലും വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് നമ്പർ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സൈൻ കൺവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ടഫായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബേസിക് മാത്ത് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് ക്ലാസ്സുകൾ കാണാൻ പറ്റും. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ എന്ത് ചെയ്താൽ മതി? കോൺടാക്ട് ചെയ്താൽ മതി. ബേസിക് മാത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ബേസിക് മാത്ത് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. ബാക്കി വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്